നമ്മളാരും ദൈവത്തെ കണ്ടിട്ടില്ല. എന്നാൽ ദൈവം ആരായിരിക്കുന്നു, ദൈവത്തിന്റെ ചിന്തകൾ, സ്വഭാവം, കാഴ്ചപ്പാടുകൾ അതെല്ലാം ഒരു മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ വെളിപ്പെടുത്തുവാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പെർസ്പെക്റ്റീവ് അബൌട്ട് വുമൺഹുഡ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ ബൈബിളിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ ജെൻഡർ ബയസ് അവിടെയുമുണ്ട് എന്ന് നമുക്ക് തോന്നിയേക്കാം. ഒരു ജൂയിഷ് ഹിസ്റ്ററിയാണ് നല്ലൊരു ശതമാനം നമ്മൾ ഇതിനകത്ത് കാണുന്നത്. എന്നാൽ ദൈവത്തിന്റെ പർപ്പസ്, പ്ലാൻ, ഒറിജിനൽ പർപ്പസ് മാത്രമല്ല, കാലാകാലങ്ങളിൽ ഓരോ സ്ത്രീകളെ ദൈവം എങ്ങനെ തന്റെ രാജ്യത്തിന് വേണ്ടി അവരെ ഉപയോഗിച്ചു. ആദ്യ നൂറ്റാണ്ടിലുള്ള സഭയ്ക്കകത്ത് സ്ത്രീകൾക്കുണ്ടായിരുന്ന സ്ഥാനം, ശുശ്രൂഷകളിൽ ഉണ്ടായിരുന്ന സ്ഥാനം, പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന ലേഖനങ്ങളില് സ്ത്രീകളെ കുറിച്ച് പരാമർശിച്ച വിഷയങ്ങൾ ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞപ്പോൾ വളരെ സുന്ദരമായ ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുവാനിടയായത്. എൻ്റെ ജീവിതം അതിനെയൊക്കെ ആധാരമാക്കിയാണ് ഇത്രത്തോളം പണിത് മുൻപോട്ട് കൊണ്ടുവരുവാൻ ഇടയായത്. ബിബ്ലിക്കൽ വുമൺഹുഡ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ദൈവവചനം സ്ത്രീത്വത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? അതേ, നമ്മുടെ സംസ്കാരത്തിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള ചിത്രങ്ങളായിരിക്കും ഒരുപക്ഷെ അവിടെ നിന്ന് ലഭിക്കുന്നത്. എന്നാൽ ദ ഒറിജിനൽ പ്ലാൻ ആൻഡ് പർപ്പസ് ഓഫ് ഗോഡ്, അതിനകത്ത് ഒരു മായവും ചേർക്കാതെ ഒന്നും കൂടെ അതിനെ ഒന്ന് നോക്കണം, കാണണം, പഠിക്കണം, പഠിപ്പിക്കണം എന്നൊരു വലിയ താല്പര്യത്തോടു കൂടിയാണ് ഈ ബിബ്ലിക്കൽ വുമൺഹുഡ് വെബിനാർ സീരീസ് ഞങ്ങൾ കൊണ്ടുവരുന്നത്.